ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. എല്ലാവരും ഇത് മനസ്സറിഞ്ഞ് കേൾക്കണം, എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം. കേന്ദ്രം 18 അടവും പുറത്തെടുത്തു കഴിഞ്ഞിരിക്കുന്നു. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് രാജ്യത്തുടനീളം കേട്ടുകൊണ്ടിരിക്കുന്ന ആസാദി മുദ്രാവാക്യങ്ങളെ എങ്ങനെയെങ്കിലും ചെറുത്തു തോൽപ്പിക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. പക്ഷേ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. പല രീതിയിലും അവർ ശ്രമിച്ചു. പോലീസിനെ ഇറക്കി, സൈന്യത്തെ ഇറക്കി. പക്ഷേ ഒന്നിനിടയിലും പ്രതിഷേധത്തിന് കുറവ് സംഭവിച്ചില്ല. അതുകൊണ്ട് തന്നെ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തേണ്ടത് കേന്ദ്രത്തിന്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് രാജ്യത്തുടനീളം ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും സുപ്രീം കോടതിക്ക് പരിഗണിക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്രം വലിയ ആശങ്കയിലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ജാഗ്രത പാലിക്കേണ്ടത്. നമ്മുടെ നാടുകളിലും നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നടക്കുന്നുണ്ട്. ഈ പ്രക്ഷോഭങ്ങളിലേക്ക് ചില സംഘപരിവാർ സംഘടനകൾ അല്ലെങ്കിൽ സംഘപരിവാറിൽ നേരത്തെ പ്രവർത്തിച്ച ആളുകൾ പിന്തുണ നൽകുന്നത് ഒരു സ്വാഭാവിക രീതിയായി മാറിയിരിക്കുകയാണ്. അങ്ങനെ ഒരു രീതി നമ്മുടെ കേരളത്തിലും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതിനാൽ തന്നെ വലിയ ജാഗ്രത നമ്മൾ പുലർത്തുക. ഇത്തരക്കാർ BJPയുടെ അല്ലെങ്കിൽ RSSന്റെ ചാരന്മാരായി നമ്മുടെ സമരത്തിൽ കയറിയേക്കാം. അങ്ങനെ നമ്മുടെ സമരത്തിൽ കയറിയിട്ട് നമ്മളോടൊപ്പം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ഇവർ മുന്നോട്ട് വരികയും ചെയ്യും. പക്ഷേ നമ്മുടെ നീക്കങ്ങളൊക്കെ എത്തേണ്ടിടത്ത് എത്തേണ്ട സമയത്ത് എത്തുകയും ഇവരുടെ ആളുകൾ എന്ന രീതിയിൽ കുറച്ചാളുകൾ നമ്മുടെ റാലിയിലും പ്രതിഷേധ പ്രകടനങ്ങളിലുമൊക്കെ കയറിക്കൂടുകയും പെട്ടെന്ന് ആക്രമണം ഉണ്ടാക്കുകയും ചെയ്യും. പോലീസിന് നേരെ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യും. അതായത് ബീഹാറിലും UPയിലുമൊക്കെ നടന്ന സമാനമായ രീതിയിലുള്ള ഒരു സംഭവം നമ്മുടെ കൊച്ചു കേരളത്തിലും സംഭവിക്കാതിരിക്കാനും സാധ്യതയില്ല. കാരണം അവരെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് മതേതരത്വവാദികളായിട്ടുള്ള ഹൈന്ദവ സമൂഹം പ്രതിഷേധങ്ങളിലും പ്രകടനങ്ങളിലും പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. അതിനാൽ ഈ പ്രതിഷേധങ്ങളെയും പ്രകടനങ്ങളെയും അത് വർഗീയവൽക്കരിച്ചുകൊണ്ട് അത് മുസ്ലിങ്ങൾ മാത്രം നടത്തുന്ന ഒരു കാര്യമാക്കി മാറ്റേണ്ടത് സംഘപരിവാറിന്റെ ആവശ്യമാണ്. അതിനാൽ തന്നെ ഇത്തരം പ്രതിഷേധങ്ങൾക്കിടയിൽ കയറി ആക്രമണാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചിലപ്പോൾ മാരകമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് പോലീസുകാരെ പരിക്കേൽപ്പിക്കാനുമൊക്കെ സാധ്യതകളുണ്ട്. അതിനാൽ ഇത്തരം റാലികൾ, ഇത്തരം പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ഇത്തരം സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടത് ഇങ്ങനെയാണ്. അതായത് ആരെങ്കിലും സംശയാസ്പദമായിട്ട് റാലിക്ക് പിന്തുണ നൽകുന്നതായി കണ്ടു കഴിഞ്ഞാൽ അവരെ കൃത്യമായ നിരീക്ഷണ വലയത്തിൽ ഏർപ്പെടുത്തുക. റാലികൾ സംഘടിപ്പിക്കുമ്പോൾ ആ റാലിയുടെ മുഴുവൻ ദൃശ്യങ്ങളും നിങ്ങൾ തന്നെ പകർത്തുക. അതായത് റാലിയുടെ അവസാനം മുതൽ ആദ്യം വരെയുള്ള ദൃശ്യം പകർത്താൻ ഒരാളെ നിർത്തിക്കഴിഞ്ഞാലും പ്രശ്നമില്ല എന്നുള്ളത് തന്നെയാണ് അഭിപ്രായമുള്ളത്. അങ്ങനെ ഒരാള് ചെയ്തു കഴിഞ്ഞാൽ റാലിക്കിടയിൽ നടക്കുന്ന സംഘർഷങ്ങളെ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. അതായത് ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ നുഴഞ്ഞു കയറിയിട്ട് ആക്രമണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് പോലീസിന് നേരിട്ട് കൈമാറാൻ പറ്റും. ഇത്തരം ആക്രമണം ഉണ്ടാക്കിയ ആളുകളെ നിങ്ങൾക്ക് നേരിട്ട് തിരിച്ചറിയാനും പറ്റും. അതിനാൽ തന്നെ ജാഗ്രത പാലിക്കുക. ഇത്തരത്തിൽ മതേതരത്വം കപടമായി മുന്നോട്ട് കൊണ്ടുവന്ന് നിങ്ങളുടെ കൂടെ കൂടുന്നവരിൽ പലരെയും നിരീക്ഷണ വലയത്തിലേക്ക് കൊണ്ടുവരിക. എല്ലാവരെയുമല്ല, സംഘപരിവാരുമായി നേരത്തെ അനുകമ്പ പുലർത്തിയ ആളുകൾ വരുമ്പോൾ അവരോട് നോ പറയാൻ തയ്യാറായാലും പ്രശ്നമില്ല. കാരണം വലിയ അപകടത്തിൽ നിന്ന് തന്നെ നമുക്ക് രക്ഷ നേടാൻ സാധിക്കും. അതിനാൽ ഈ നിർദ്ദേശം എല്ലാവരിലേക്കും എത്തിക്കുക. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.